ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പല്ലവിയെ പാർവതി അടിച്ച കാര്യമാണ് ഇപ്പോൾ പല്ലവി ഓർക്കുന്നത്. ആ സമയത്താണ് ബിബിൻ അവിടേക്ക് വരുന്നത്. ബിബിൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് പല്ലവി മുറ്റത്ത് നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. ശേഷം എന്താ പല്ലവി എന്ന് ചോദിച്ചുകൊണ്ട് ബിബിൻ പല്ലവിയുടെ അരികിലേക്ക് വന്നു. ഞാനിവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴാണ് ഒന്നും അറിയാത്തതുപോലെ സാർ ഓഫീസിലേക്ക് പോകുന്നതല്ലേ? ഞാൻ എന്തിനാ കരയുന്നതെന്ന് സാറിന് അറിയോ എന്ന് പല്ലവി വീണ്ടും ചോദിച്ചു. എന്തിനാ അത് കരയുന്നതെന്ന് എന്നോട് പറഞ്ഞെങ്കിലല്ലേ ഞാൻ അറിയൂ എന്ന് ബിബിനും ചോദിക്കുന്നുണ്ട്. ചേച്ചി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തല്ലിയെന്ന് പല്ലവി പറഞ്ഞപ്പോൾ ബിബിൻ ചോദിക്കുന്നു, പാർവതി നിന്നെ തല്ലിയെന്നോ? വീണ്ടും പല്ലവി പറയുന്നു, സാറ് ചോദിക്കണം പാർവതി എന്തിനാ എന്നെ തല്ലിയെന്ന് സാറ് പോയി ചോദിക്കണം. ഇത് കേട്ട് ബിബിൻ പറയുന്നു, അങ്ങനെ വെറുതെ ഒന്നും അറിയാതെ പോയി ചോദിക്കാൻ പറ്റുമോ? എന്തിനാണ് എന്ന് കാരണത്തിൻ്റെ പേരിലാണ് തല്ലിയെന്ന് ഞാൻ അറിയണ്ടേ? സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പറ. അങ്ങനെ ഉണ്ടായ കാര്യം പല്ലവി ബിബിനോട് പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞ ശേഷം പല്ലവി പറയുന്നു, ഇതാ സംഭവിച്ചത്. ഇതിൽ ഞാനെന്താ തെറ്റ് ചെയ്തത്? സ്വത്തുക്കൾ വീതം വെച്ച് തരാനും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കൈ തരാൻ പറഞ്ഞതും തെറ്റാണോ? എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. പാർവതി എന്നെ തല്ലിയത് അവളുടെ ധിക്കാരമാണ്. ഇത് ബിബിൻ സാർ ചോദിച്ചേ മതിയാവും. ഇത് കേട്ട് ബിബിൻ പറയുന്നു, പല്ലവി ഈ വീട്ടിൽ എല്ലാ അവകാശമുള്ളത് പാർവതിക്കും വിശാൽ ഏട്ടനും മാത്രമാണ്. ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം അവരുടെ കീഴിൽ നമുക്ക് നന്നായിട്ട് തന്നെ കഴിയാം. നമുക്ക് നന്നായിട്ട് ജീവിക്കാം. അതിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ട. നമുക്ക് എന്താണോ പറ്റുന്നത് അത് നമുക്ക് കിട്ടും. ഇനി കൂടുതൽ ഈ കാര്യത്തിൽ എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ബിബിൻ അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി. ഇതുപോലെ ഒരു ഭർത്താവിനെയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. എനിക്ക് ദേഷ്യത്തോടെ പല്ലവി ഓർക്കുന്നു. ശേഷം കാണിക്കുന്നത് വളരെ സങ്കടത്തോടെ പാർവതി ഇങ്ങനെ രാത്രിയിൽ പുറത്തുനിന്ന് ആലോചിക്കുകയാണ്. വിശാലും അവിടേക്ക് വരുന്നു. താൻ എന്തിനാ എന്ത് പല്ലവിയെ തല്ലിയത്? എന്താ കാരണം എന്ന് വിശാൽ പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, അത് അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ആ ചേച്ചി എന്ന അധികാരത്തിൽ എനിക്ക് അവൾക്ക് ഒരു അടിയും കൊടുക്കാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മരുമകളായി താമസിക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ട അവകാശം എനിക്കുണ്ട്. വളരെ മര്യാദയോടെയും അച്ചടക്കത്തോടെയുമാണ് ഇവിടെ ജീവിക്കേണ്ടത്. അത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അത് എല്ലാം മറന്നുകൊണ്ടാണ് പല്ലവി ഇന്ന് പെരുമാറിയത്. അവളിവിടെ മരുമകളായിട്ട് മാസം 4 തികച്ചില്ലല്ലോ. അതിനിടയിൽ സ്വത്ത് വീതം വെച്ച് തരണം പോലും ഇല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് നല്ലതാണോ? സ്വത്ത് വീതം വെച്ച് കൊടുക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കുന്നത് നല്ലതാണോ? അഭിമാനത്തിന് നല്ലതാണോ? മറ്റുള്ളവർ കേട്ടാൽ അത് ഈ കുടുംബത്തിനെ കുറിച്ച് എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ തന്നെ അവർ ഈ കുടുംബത്തിൻ്റെ അവകാശം ചോദിക്കാൻ അവൾക്ക് എന്ത് അവകാശമുള്ളത്? ബിബിൻ ചോദിക്കാൻ പല്ലവി നിലമറന്നാണ് പെരുമാറിയത്. അതുകൊണ്ട് സഹിക്കാൻ വയ്യാതെ ഞാനൊരു അടി കൊടുത്തത്. ഞാൻ അവളെ ഇതിനാണ് തല്ലിയെന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അവളെ തല്ലിയതിനു ശേഷമുള്ള എൻ്റെ വിഷമം സാറിന് അറിയില്ലല്ലോ. എൻ്റെ നെഞ്ച് നീറുകയാണ്. അവളെ ഒരു ഈർക്കിൽ കൊണ്ടുപോലും തല്ലി വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവളെയാണ് ഞാൻ. എനിക്കേട്ട് വിശാൽ പറയുന്നു, തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ പിടിച്ചു. ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഈ കൈ മരം പോലെയായി. ഈ വീട്ടിന് വേണ്ടി ഒരുപാട് താൻ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ എന്നൊക്കെ വിശാൽ പാർവതിയോട് പറയുന്നു. അതൊന്നും സാരമില്ല എന്ന് പറയുകയാണ് പാർവതി. വിശാൽ പാർവതി ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നു. താൻ എൻ്റെ ഭാര്യയായിട്ട് കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണോ? തൻ്റെ സാറിൻ്റെ ഭാര്യയാകാൻ സാധിച്ചത് എൻ്റെ സുഹൃത്തുമാണ് എന്ന് പാർവതിയും പറയുന്നു. ശേഷം കാണിക്കുന്നത് പല്ലവിയാണെങ്കിൽ ദേഷ്യത്തോടെ വീണ്ടും മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതുവരെ വിപിൻ വന്നിട്ടില്ല. അപ്പോഴാണ് വിപിൻ അവിടേക്ക് വരുന്നത്. ഇതുവരെ ഇവളുടെ ഉള്ളിലെ കാർമേഘം ഒഴിഞ്ഞു മാറിയില്ലേ? മുഖം കണ്ടിട്ട് കാർമേഘം ഒഴിഞ്ഞു മാറിയതായിട്ട് തോന്നുന്നില്ലല്ലോ. വീണ്ടും എന്തെങ്കിലും ചോദിച്ചിട്ട് സ്വസ്ഥത കളയാനായിരിക്കും ഭാവം എന്നെ വിപിൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഡോർ അടച്ചിട്ട് അവിടേക്ക് വന്നു. നീ ഇതുവരെ കിടന്നില്ലേ? ഞാൻ കരുതി കിടന്നിട്ടുണ്ടാവുമെന്ന്. ആ സമയം പല്ലവി വിപിനോട് ചോദിക്കുന്നുണ്ട്, സാർ എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എന്നെ വിപിൻ മനസ്സിൽ വിചാരിക്കുന്നു. പല്ലവി വീണ്ടും ചോദിക്കുന്നു, സാർ എന്താണ് വിചാരിച്ചത്? ഞാൻ ചോദിക്കുന്നതിന് സാറേ കൃത്യമായിട്ട് തന്നെ ഉത്തരം തരണം. ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിലെ ഏത് മരത്തിലാണ് പണം കായ്ക്കുന്നത്? അത് കേട്ട് വിപിൻ ചിരിക്കുകയാണ്. പല്ലവി, നീ വല്ല ചിത്രകലയും വായിച്ചോ? ആചാര്യ വക്കീല് പാർവതി ഏൽപ്പിച്ച സഞ്ചിയിലെ അതിൽ പണം കായ്ക്കുന്ന മരം എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതെന്തോ ഒരു കോഡാണ്. ഞാൻ കരുതി ആ കോഡിനർത്ഥം സാറിന് അറിയാമായിരിക്കുമെന്ന്. അപ്പോൾ സാറിന് അറിയില്ല അല്ലേ? ഇത് കേട്ട് വിപിൻ പറയുന്നു, എനിക്കിതൊന്നും അറിയില്ല പല്ലവി. വെറുതെ ഓരോന്ന് ആലോചിച്ച് സമയം കളയാതെ കിടന്നുറങ്ങാൻ നോക്ക്. പണം കായ്ക്കുന്ന മരം നമ്മുടെ തൊടിയിലെ എല്ലാ മരത്തിലും പണം കായ്ക്കും. നീ എല്ലാത്തിലും ഒന്ന് പോയി കുലുക്കി നോക്ക്. ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. ദേഷ്യത്തോടെ പല്ലവി നിൽക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കും? ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നത്? എന്തായാലും ഞാനിത് കണ്ടുപിടിക്കുമെന്ന് പല്ലവി വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും വിനയും തമ്മിൽ പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ ചിലവാക്കിയ ക്യാഷ് എല്ലാം വെറുതെയായി. സകലതും നഷ്ടപ്പെട്ടു. അവസാനമായി ആ ഗുരുജിക്ക് കൊടുത്ത 5 ലക്ഷം രൂപയും പോയി കിട്ടി. ഇനി
ഇങ്ങനെ പണം ചിലവാക്കിക്കൊണ്ടിരുന്നാലേ ഒടുവിൽ നമ്മൾ പിച്ചെടുക്കേണ്ടി വരുമമ്മേ എന്ന് വിനയ് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എടാ അവൾക്കും അവനും എതിരെയുള്ള ഓരോ പ്ലാനും വിജയിക്കുമെന്ന് കരുതിയല്ലേ നമ്മൾ ഇത്രയും പണം വാരി എറിയുന്നത്? അവസാനം അവറ്റകൾ ഏത് വിധനെയും രക്ഷപ്പെടും. അപ്പോൾ നമ്മൾ ചിലവഴിച്ച പണം പാഴാവുകയും ചെയ്യും. ഈ സമയത്ത് റിയയും അവിടേക്ക് വരികയും ഇവിടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വെറും വിഡ്ഢികളായി പോവും, കഴിവുകെട്ട ജന്മങ്ങളായി പോവും എന്ന് വിനയ് പ്രഭാവതിയോട് പറയുന്നു. ആൻറ്റി, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടോ. ആൻറ്റി, ഇവിടെ സംഭവിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം. പലവട്ടം വിശാലിനെയും പാർവതിയെ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചതും ഒടുവിൽ പാർവതി കാരണം ആ പ്ലാൻ ഫ്ലോപ്പായി പോയതും മരണത്തെ മുഖാമുഖം കണ്ടിട്ട് വിശാലും പാർവതിയും രക്ഷപ്പെട്ടതും എല്ലാം അതൊക്കെ ഒന്നൊന്നായി ഞാൻ അങ്ങോട്ടായിട്ട് പറഞ്ഞു തരട്ടെ. ഇത് കേട്ട് പ്രഭാവതി ഇങ്ങനെ ആലോചിക്കുന്നു. പ്ലാൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം റിയ അവരോട് പറയുന്നുണ്ട്. ഒരിക്കൽ വിശാലിൻ്റെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത് പ്രതാപൻ, അവിടെ മുതലാണ് തുടക്കം. അങ്ങനെ ആ കാര്യം മുതലെല്ലാം പറയുന്നുണ്ട്. പിന്നെ പാലിൽ വിഷം ചേർത്ത് വിശാലിന് കൊടുത്തതും കാറിൽ മറ്റൊരു വാഹനം അപകടപ്പെടുത്തി രണ്ടുപേരെയും അപകടപ്പെടുത്താൻ ശ്രമിച്ചതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിയ അവരോട് പറയുന്നു. പറഞ്ഞിട്ടെന്താ, അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ എന്ന് റിയ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന്? എല്ലാം ഞാൻ പറഞ്ഞിട്ടാണെന്ന് വിനയ്. എടാ, നീ എന്തിനാ ഇതൊക്കെ റിയോട് പറയുന്നുണ്ടെന്ന് പ്രഭാവതി. ഞാൻ അറിയുന്നുണ്ടെന്താ, ഒരു കുഴപ്പം ഇല്ല ആൻറ്റിക്ക് വിനയ്ക്കും ഇപ്പോൾ വിശാലിനി പാർവതിയുടെയും കഥ കഴിക്കണം, അത്രയല്ലേ വേണ്ടോ? അതിന് ഞാൻ സഹായിക്കാമെന്ന് റിയ. നീ എങ്ങനെ സഹായിക്കുമെന്നാന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ, ആൻറ്റി, ആദ്യം തീർക്കേണ്ടതേ പാർവതിയാണ്. അവൾക്ക് ഗായത്രിയുടെ ദേവിയുടെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒരുക്കിയ എല്ലാ പദ്ധതികളിൽ നിന്നും അവൾ വിശാലിനെ രക്ഷപ്പെടുത്തുന്നത്. അവളെ നശിപ്പിച്ചാൽ പിന്നെ വിശാലിനെ രക്ഷിക്കാൻ ആരും കാണില്ല എന്ന് റിയ പറയുന്നു. അതിനെ പാർവതി എങ്ങനെ കൊല്ലും? എന്താണ് നിന്റെ പ്ലാൻ എന്ന് വിനയ് ചോദിച്ചപ്പോൾ റിയ പറയുന്നു, നാളെ പാർവതി കമ്പനിയിലെ തൊഴിലാളികൾക്ക് ബോണസ് വിതരണം ചെയ്യാൻ പോവുകയാണ്. അതിനോടൊപ്പം അവളുടെ കൈകൊണ്ട് തന്നെ അവൾ ആഹാരം തയ്യാറാക്കി തൊഴിലാളികൾക്ക് വിളമ്പുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ നീ എന്താ ചെയ്യുന്നത് എന്ന് പ്രഭാവതി. നാളെ അവൾ തൊഴിലാളികൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുമ്പോൾ അവിടെ ഒരു ബോംബ് പൊട്ടും. ആ ബോംബ് ബ്ലാസ്റ്റിൽ പാർവതി ക്ലോസ്. ആൻറ്റി കണ്ടോളൂ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഈ ചെയ്യുന്ന പ്രവർത്തിക്ക് എനിക്കൊരു പ്രതിഫലം വേണം എന്ന് റിയ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, നിനക്ക് പ്രതിഫലമായി എത്ര രൂപയാണ് വേണ്ടതെന്ന്? റിയ പറയുന്നു, വളരെ ചെറിയ ഒരു പ്രതിഫലമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിൻ്റെ 10% എനിക്ക് പ്രതിഫലമായി തന്നാൽ മതി, അത്രയേ ഉള്ളൂ. അത് നിനക്ക് ഞാൻ തീർച്ചയായിട്ടും തന്നിരിക്കുമെന്ന് പ്രഭാവതി പറയുന്നു. അത് കേട്ട് വിനയും സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നാൽ പ്രഭാവതി അത് കൊടുക്കാനൊന്നുമല്ല. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് പ്രഭാവതിയുടെ മുഖം മാറി. എന്നാൽ വളരെ സന്തോഷത്തോടെ റിയയെ ചേർത്ത് പിടിക്കുകയാണ് വിനയ്. പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു, നാളെ നീ പാർവതിക്ക് വേണ്ടി ബോംബ് വെച്ചോളൂ, നിനക്കുള്ള ബോംബ് ഞാൻ തയ്യാറാക്കിക്കോളാം. പിന്നീട് കാണിക്കുന്നത് പാർവതി കുറെ കാര്യങ്ങൾ ഇരുന്ന് എഴുതുകയാണ്. അവിടേക്ക് വിശാൽ വരുന്നു. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ നാളെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ, അന്നേരം അവർക്ക് ബോണസ് കൂടാതെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരു ലിസ്റ്റാണ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ ക്ഷേമമാണ് നമ്മുടെ കമ്പനിയുടെ ഐശ്വര്യം. അതുകൊണ്ട് അവരുടെ ക്ഷേമകാര്യങ്ങളിൽ നമ്മളൊരു കുറവും വരുത്താൻ പറ്റില്ല. അവർക്ക് കണ്ടറിഞ്ഞ് സഹായിച്ചാലല്ലേ അവർ നമ്മുടെ കുടുംബത്തെ നന്ദിപൂർവ്വം സ്മരിക്കുള്ളൂ എന്ന് പാർവതി. ഇത് നല്ലൊരു തീരുമാനമാണ്, കൺഗ്രാറ്റ്സ് എന്ന് വിശാൽ. ഞാനിത് എഴുതി തയ്യാറാക്കിയെങ്കിലും സാറിൻ്റെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യില്ല എന്നും പാർവതി പറയുന്നു. ഇതിനൊന്നും എൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. താൻ ചെയർപേഴ്സൺ അല്ലേ, ഈ കാര്യത്തിന് തനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. അതെ, താൻ ഈ തൊഴിലാളികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണല്ലോ, എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരുന്നത് എന്ന് വിശാൽ. സാറാ, വാതിലടച്ചിട്ട് വരാൻ പാർവതി പറയുന്നു. അങ്ങനെ വിശാൽ വാതിലടച്ചിട്ട് വന്നപ്പോൾ നാണത്തോടെ നിൽക്കുകയാണ് പാർവതി. സന്തോഷത്തോടെ വിശാൽ പാർവതിയുടെ അരികിലേക്ക് വന്നു. രണ്ടുപേരും ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുകയാണ്. വിശാൽ പാർവതിയെ ചേർത്ത് പിടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഗായത്രിയുടെ മുന്നിൽ വിളക്ക് വെക്കുകയാണ് പാർവതി. വിശാലും അരികിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. വിളക്ക് വെച്ചിട്ട് പാർവതിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് നമ്മുടെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്ന ദിവസമാണ്. അത് മാത്രമല്ല, അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് തൊഴിലാളികളെ ക്ഷേമം മുൻനിർത്തി ചില പദ്ധതികൾ ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതറിയ കേൾക്കുന്നു. ആ പദ്ധതികളും ഇന്നു മുതൽ ഞാൻ നടപ്പിലാക്കുമെന്നും പാർവതി പറയുന്നു. എല്ലാത്തിലും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പാർവതി പറയുന്നുണ്ട്. വിശാലും പ്രാർത്ഥനയോടെ നിൽക്കുന്നു. ഓഹോ മേഡം, തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാൻ പോവുകയാണോ? അതിനു മുമ്പ് ഇവളുടെ കഥ കഴിയും. എൻ്റെ പ്ലാൻ അനുസരിച്ചെല്ലാം കൃത്യസമയത്ത് നടന്നിരിക്കും എന്ന് റിയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.